ഒന്നാമത്തെ കടമ്പ പറഞ്ഞല്ലോ, ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്നും ശ്രേഷ്ഠതയില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. മുബാഹായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. ആ മുബാഹിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന പ്രതിഫലങ്ങൾ അവൻ കണ്ടുച്ചിരിക്കും. ആ പ്രവർത്തനത്തിൽ നമ്മൾ രക്ഷപ്പെടണം. ഇബ്ലീസിന്റെ ഈ രണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. മൂന്നാമത്തേത് ഇഷ്തിഗാലും ബിസ്സഗീറ, ചെറിയ ചെറിയ തെറ്റുകൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. വലിയ തെറ്റൊന്നും ചെയ്യൂല. വളരെ ശിക്ഷയുള്ള വലിയ തെറ്റുകളിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകില്ല. അവൻ ചെറിയ തെറ്റ് ചെയ്യിപ്പിക്കും. ഈ ചെറിയ തെറ്റുകൾ അങ്ങോട്ട് കൂടുമ്പോഴോ വലിയ തെറ്റിന്റെ ശിക്ഷയാണ് അവിടെ വരുന്നത്. എന്നാൽ നമ്മൾ ചെയ്തതോ ചെറിയ തെറ്റാണ്. ചെറിയ ചെറിയ തെറ്റുകൾ, ചെറു ദോഷങ്ങൾ, ആ ദോഷങ്ങളെ കൊണ്ട് നമ്മളെ വേട്ടയാടും. ഉദാഹരണം പറഞ്ഞാല്, നമ്മള് ഒരാളെ പരിഹസിച്ച്, ഒരു മുസ്ലിമായ ഒരാളെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ പരിഹസിക്കുന്നു. പരിഹസിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് കബായിൽപ്പെട്ടതല്ല, വൻപാപത്തിൽപ്പെട്ടതല്ല, ചെറിയ തെറ്റിൽപ്പെട്ടതാണ്. നമ്മൾ ഒരാളെ കളിയാക്കുന്നത് അത് ചെറിയ തെറ്റാണ്. തമാശക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനെയും പരിഹസിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും കളിയാക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും ആക്ഷേപിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് അവനെ നേരിടാനും പാടില്ല. അപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ വാപ്പായും ഉമ്മയൊക്കെ നല്ല പേരിട്ടിട്ടുണ്ടാകും. ആ പേരൊക്കെ മാറ്റിയിട്ട് നാട്ടിൽ വേറൊരു പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നല്ല അർത്ഥമുള്ള നല്ല പേരവനുണ്ടാകും. ആ പേര് മാറ്റിയിട്ട് ഇപ്പോ ഒരു കാലും മുടന്തുള്ള ഒരാളെ മുടന്താന്ന് വിളിക്കുക, കണ്ണ് കാഴ്ചയില്ലാത്തുള്ള പൊട്ടാന്ന് വിളിക്കുക, കേൾക്കാത്തവനെ പൊട്ടാണെന്ന് വിളിക്കുക. ഇങ്ങനെ അവരിൽ ഉള്ള ന്യൂനത അവരിൽ പേരാക്കി അലങ്കാരമാക്കി വിളിക്കുക. ഇനി ഒരുപക്ഷെ അയാൾക്കതിന് വിഷമമില്ലെങ്കിലും നമ്മളത് വിളിക്കാതിരിക്കലാണ് നല്ലത്. അപ്പോൾ അത് ചെറിയ തെറ്റുകളാണ്. ഇരട്ടപ്പേര് വിളിക്കുക ചെറിയ തെറ്റാണത്. പരിഹസിക്കൽ ചെറിയ തെറ്റാണത്. ആക്ഷേപിക്കൽ തെറ്റാണ്. ഇങ്ങനെ കളിയാക്കൽ അത് തെറ്റാണ്. ആ ചെറിയ തെറ്റുകൾ ഇങ്ങനെ കൂടുതലായി ചെയ്യുമ്പോ വലിയ തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഈ ചെറിയ തെറ്റുകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഇബ്ലീസാണ്. അവൻ അത്രയുള്ള ലക്ഷ്യം. അവൻ വിചാരിക്കും വലിയ തെറ്റുകൾ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ അവനത് അതിലേക്ക് പോകില്ല, വലിയ തെറ്റിലേക്ക് അവൻ പോകില്ല, ഉറപ്പാ. അപ്പൊ അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുക? ചെറിയ ചെറിയ തെറ്റുകൾ ഇങ്ങനെ കൂടുതലായി ചെയ്യിപ്പിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ നാവിലൂടെ ഒരു മനുഷ്യനെയും പരിഹസിക്കാൻ പാടില്ല. നമ്മുടെ നാവിലൂടെ ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല. ഒരാൾക്കും നമ്മൾ കാരണം ഒരു പേര് വീഴാനും പാടില്ല. നമ്മളിപ്പോ ഒരാൾക്കൊരു ഇരട്ട പേരിട്ടതിരിക്കട്ടെ, ഒരാളെ ഒരു പേര് വിളിച്ചു, ആ പേര് വിളിച്ചതിന് ശിക്ഷ എന്തായാലും നിനക്ക് ചെറിയ തെറ്റിന്റെ ശിക്ഷ എന്തായാലും ഉണ്ട്. ഇനി നമ്മൾ തുടങ്ങി വെച്ച ഈ പേര് 10 പേര് വിളിച്ച്, ആ നാട്ടിലുള്ള എല്ലാരും ഇപ്പൊ ഇവൻ വിളിച്ച് തുടങ്ങി വെച്ച പേരിലാണ് അയാൾ അറിയപ്പെടുന്നത് എങ്കിൽ അവിടെ കൊണ്ടുവന്ന ശിക്ഷ എന്നറിയാവോ? ഇവൻ വിളിച്ച ശിക്ഷ കൂടാതെ ആരൊക്കെ ഈ ലോകത്ത് ഈ മണ്ണില് ആരെല്ലാം ആ പേരിലാണോ അവനെ വിളിക്കുന്നത്, ആ വിളിക്കുന്നവർക്ക് ശിക്ഷ കിട്ടുന്നതിനോടൊപ്പം അതിന് കാരണക്കാരനായ നിന്റെ അക്കൗണ്ടിലേക്കും ആ ശിക്ഷ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ തുടങ്ങി വെച്ചതാ, നമ്മളാണ് തുടങ്ങി വെച്ചത്. നമ്മൾ തുടങ്ങി വെച്ച ഈ ഇരട്ടപ്പേര്, ഈ മോശമായ പേര് മറ്റിങ്ങനെ ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി എങ്കിൽ ആ വിളിക്കുന്നവർക്കുള്ള എല്ലാവരുടെയും ശിക്ഷ അത് തുടങ്ങി വെച്ച നിന്റെ തലയിലേക്കും അല്ലാഹു തരും. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പേരൊക്കെ ഇരട്ടപ്പേരൊക്കെ തുടങ്ങി വെക്കുമ്പോ ആലോചിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അബ്ദുൽ ഖാദിർ മുഹമ്മദും അബ്ദുള്ളയും ത്വാഹ എന്നൊക്കെ പേരിട്ട കൊണ്ടതായോ? ഹബീബായ പ്രവാചകൻ പറഞ്ഞു അൽ മുസ്ലിം. എടോ, നീ ഒരു യഥാർത്ഥ മുസ്ലിമാണോ? നീ ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി, മറ്റുള്ള മുസ്ലിമീങ്ങൾ നിന്റെ നാവിൽ നിന്നും നിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ നാവ് കൊണ്ട് ഒരു മുസ്ലിമിനും വേദന ഉണ്ടാകരുത്, എന്റെ കൈകൾ കൊണ്ട് ഒരു മുസ്ലിമിനും വേദന ഉണ്ടാകരുത്. എങ്കിൽ മാത്രമേ നീ യഥാർത്ഥമാകുന്ന ഒരു മുസ്ലിമാകൂ. ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കാനോ, ഒരാളെയും ചീത്ത വിളിക്കാനോ, ഒരാളെയും പരിഹസിക്കാനോ, ഒരാളെയും കുറ്റപ്പെടുത്താനോ നമ്മൾ പോകരുത്. നമ്മൾ ചിന്തിക്കുമ്പോ ചെറിയ തെറ്റല്ലേ, കുഴപ്പമില്ല, ഇസ്തിഗ്ഫാർ ചെയ്താൽ പൊറുക്കുമല്ലോ എന്ന് ചിന്തിച്ച് നമ്മളങ്ങ് ചെയ്യും. അതാരാ നമ്മളെ കൊണ്ടുപോകുന്നത്? ഇബ്ലീസ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുക അവന്റെ വഴിയിലേക്ക്. നിങ്ങൾ നോക്കുക, മഹാനാകുന്ന അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബിയുടെ സ്വഹാബിയാണ്. ആ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ യാ അസ്വദ്, കറുത്തവനെ എന്ന് വിളിച്ചു. ബിലാൽ തങ്ങൾ വലിയ കറുപ്പാണ്, നീഗ്ര വംശക്കാരനാണ്, കറുത്ത വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ മഹാനാകുന്ന അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അസ്വദ് എന്ന് വിളിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, നമ്മളെ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുക, തെറ്റിലേക്ക് ഉപയോഗിക്കുന്നതോടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ വരുമാനം നമുക്കറിയാം. ഇതുപോലുള്ള ബക്കറ്റ് കളശനുകളും നമ്മുടെയൊക്കെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നും കൊടുക്കുന്നതിലേക്ക് ഒരു അല്പം കൂടി ഒന്ന് വലുത് കൊടുക്കുക. ഒരല്പം കൂടി കൂടുതൽ ഒന്ന് കൊടുത്താൽ അൽഹംദുലില്ലാഹ് വലിയ പ്രതിഫലം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച ദിവസം നിന്റെ പള്ളിക്ക് വേണ്ടി ഈ ബക്കറ്റിൽ ആരൊക്കെ സദഖ ചെയ്യുന്നുവോ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. നീ കൂലി കൂടുതൽ കൊടുക്കണേ തമ്പുരാനെ. ആരൊക്കെ സഹായിക്കുന്നുവോ അവർക്കൊക്കെ ആ സദഖയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിക്കണം. ബക്കറ്റ് നല്ല സദഖ നിങ്ങൾ എല്ലാവരും കൊടുക്കണമെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു യാ അസ്വദ് എന്ന് കറുത്തവനെ എന്ന് വിളിച്ചോളൂ. മഹാനാകുന്ന ബിലാൽ ഇബ്നു റവാഹ വലിയ വിഷമായി. നബി തങ്ങൾക്ക് പോയി വിഷമം പറഞ്ഞു. നബി, എന്നോടൊക്കെ അബൂ ദർ എന്റെ കൂട്ടുകാരൻ എന്നെ കറുത്തവനെ എന്ന് വിളിച്ചിരുന്നു. ഹബീബായ പ്രവാചകൻ അബൂ ദർ ഗിഫാരി തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, യാ അബൂ ദർ, നബി തങ്ങളുടെ മുഖം വിവരണമായി. നബി തങ്ങളുടെ മുഖം വിവരണമായി. എന്നിട്ട് പറഞ്ഞു, യാ അബൂ ദർ, മാ അലിംത അന്നഹു ബഖിയത മിൻ ഖബൽ ജാഹിലിയത്തി ഷൈ. അല്ല അബൂ ദറെ, നീ പണ്ട് കാലത്ത് ജീവിച്ചതുപോലെ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെ അതുകൊണ്ടാണോ ഇപ്പോഴിരിക്കുന്നത്? നീ എന്താണ് വിളിച്ചത് ബിലാലിനെ? ബിലാൽ സത്യവിശ്വാസിയല്ലേ? മഹാനാകുന്ന അബൂ ദർ തങ്ങൾക്ക് വലിയ വിഷമായി. തമാശക്ക് സ്നേഹത്തോടു കൂടി വിളിച്ചത്, ദേഷ്യം കൊണ്ട് വിളിച്ചല്ല. അബൂ ദർ ഗിഫാരി തങ്ങൾ എന്ത് ചെയ്തു? ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കൈ പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ബിലാലേ, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായത് കൊണ്ട് വിളിച്ചതല്ല, എനിക്ക് നിന്നോട് വെറുപ്പുണ്ടായിട്ട് വിളിച്ചതല്ല, മറിച്ച് ആ സ്നേഹം കൊണ്ടെന്ന് വിളിച്ചു പോയതാണ്. നിനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. എന്നെ നീ അതുപോലെ ഒന്ന് തിരിച്ചു വിളിക്കൂ, എനിക്ക് സമാധാനത്തിന്. എന്നെ എന്തെങ്കിലും ഒന്ന് വിളിക്കോ. ബിലാൽ തങ്ങൾ വിളിച്ചില്ല. അബൂ ദർ റളിയല്ലാഹു അൻഹു കാഴ്ചവട്ടിലേക്ക് കവിൾത്തടം താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു, ബിലാലേ, അതിന്റെ നിനക്ക് സമാധാനത്തിന് വേണ്ടി നിന്റെ കാൽപാദം കൊണ്ട് എന്നെ കവിളിൽ നിന്ന് ചവിട്ടുവോ? എനിക്കൊരു സമാധാനത്തിന്. മഹാനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ചവിട്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, എനിക്ക് വിഷമമുള്ളത് കൊണ്ട് നബിയോട് പറഞ്ഞതാണ്, എനിക്ക് നിങ്ങളുടെ മനസ്സിലായി, ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു. ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതം. നമ്മള് അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പേരെ കാൽ കീഴിൽ നമ്മൾ കവളെടുത്ത് വെക്കേണ്ടി വരും. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പിശാചിന്റെ ഈ പിടുത്തത്തിന് നമ്മളൊക്കെ രക്ഷപ്പെടുക. ഹലാല് ചെറിയ ചെറിയ തെറ്റുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ രീതി, ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ മാറുക. അല്ലാഹു നമ്മെ എല്ലാവരും സലാമത്തിലാക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു